അത് നമ്മളെന്തായാലും ചോദിക്കുമല്ലോ, കൂടുതൽ സീറ്റ് ചോദിക്കും. പിന്നെ മത്സരങ്ങളുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ, റെഡിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് വയസ്സായില്ലല്ലോ. മാറ്റത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരിക്കലും മുന്നേറി മാറിയത്. എപ്പോഴെപ്പോഴും ഒന്നും അങ്ങനെ മാറുന്നില്ല. ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും മാറി പറയാറില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞാൻ LDF ആണ്. എൻ്റെ കൂടെയുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും LDF വളരെ കംഫർട്ടബിളാണ്. LDFിൻ്റെ നയങ്ങളോട് ഞങ്ങൾ വിയോജിപ്പുണ്ട്. ഞങ്ങളൊരു മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നത്. R ബാലകൃഷ്ണപിള്ള സ്ഥാപിച്ചത് ഒരു മതേതര നിലപാട് സ്വീകരിക്കാനും തൊഴിലാളിയോടും പാവപ്പെട്ടവരോടും ചേർന്ന് നീക്കാനുള്ള പാർട്ടിയാണ്, പണക്കാരുടെ പാർട്ടിയല്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ സമീപനങ്ങൾ ഞങ്ങൾക്ക് വളരെ താല്പര്യമാണ്. അത് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. നല്ലൊരു ഗവൺമെന്റിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ല, KSRTC വളർന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. എനിക്കെല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം തരും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം നടത്തി തരാറുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ധനകാര്യ വകുപ്പുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹമാണ് കാര്യങ്ങൾ നടത്തി തരുന്നത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തു തരുന്നു. മാത്രമല്ല, എന്നോട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മന്ത്രിയോട് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ പല ആശയങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ, കുഴപ്പമില്ല, നടക്കട്ടെ എന്ന് പറയും. അത്രയും ഒരു സ്നേഹത്തോടുള്ള സമീപനമാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ രഹസ്യം. എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെന്തായാലും ചോദിക്കുമല്ലോ, കൂടുതൽ സീറ്റ് ചോദിക്കും. പിന്നെ മത്സരങ്ങളുണ്ടല്ലോ, എപ്പോഴും ഉണ്ടല്ലോ, റെഡിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് വയസ്സായില്ലല്ലോ.